വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൻ.ഡി.എയും ഇന്ത്യ സഖ്യവും ഒരുപോലെ ശ്രദ്ധ നൽകിയിരിക്കുന്ന ഒരു സംസ്ഥാനം ഹരിയാനയാണ്. അതിൻ്റെ ഭാഗമായാണ് ഹരിയാനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയ കരുനീക്കങ്ങളും എന്ന് കണക്കാക്കേണ്ടതായുണ്ട്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഹരിയാനയിലെ ജാട്ട് സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകളാണ്. കാര്യം 27% വോട്ടർമാരും ജാട്ട് സമുദായത്തിൽപ്പെട്ടവരാണ്. അതിൻ്റെ ഭാഗമായാണ് ഹരിയാനയിലെ ഗുസ്തി താരങ്ങളെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസിൻ്റെ പുതിയ തന്ത്രപരമായ നീക്കമാകുമ്പോൾ ജാട്ട് സമുദായത്തിൽ അല്ലാത്തവരുടെ വോട്ടുകൾ ഏകീകരിക്കുക എന്ന BJPയുടെ നീക്കവും ഒപ്പം വിനേഷ് ഫോഗട്ടിനെ പരാജയപ്പെടുത്തുക എന്നതുമാണ് പ്രധാനപ്പെട്ട BJP നീക്കം. വിനേഷ് ഫോഗട്ടിനെതിരെ ആര് മത്സരിച്ചാലും അവർ നിഷ്പ്രയാസം വിജയിക്കുമെന്നാണ് ബ്രജ്ഭൂഷൺ സിംഗ് പറഞ്ഞത്. എന്തായാലും ഹരിയാനയിൽ നടക്കുവാൻ പോകുന്നത് രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ സമരത്തിൻ്റെ വിജയപരാജയത്തിൻ്റെ മറ്റൊരു മുഖം കൂടി കണക്കാക്കുന്ന ഇടമായി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് എടുക്കുക തന്നെ ചെയ്യും. എന്തായാലും വിനേഷ് ഫോഗട്ടിനെതിരെ BJP കണത്തിലിറക്കുവാൻ പോകുന്നത് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ്, അതും വിനേഷ് ഫോഗട്ടിനെ തന്നെ കുടുംബത്തിൽ നിന്ന്. ഗുസ്തി ഗോത കീഴടക്കിയവർ രാഷ്ട്രീയ ഗോതയിലേക്ക് എത്തുന്നത് ഇതാദ്യമായല്ല. യോഗേശ്വർ ദത്തും ബബിത ഫോഗട്ടും അടക്കം നിരവധി പേർ ഇത്തരത്തിൽ ഉദാഹരണങ്ങളായി നമുക്ക് മുൻപിലുണ്ട്. ആദ്യം കോൺഗ്രസിൽ ചേർന്ന് പിന്നീട് BJPയിലേക്ക് കൂറുമാറിയ ബോക്സർ വിജേന്ദർ സിംഗ് അടക്കം ഈ നിരയിലുണ്ട്. എന്നാൽ അവരെല്ലാം രാഷ്ട്രീയത്തിൽ ശോഭിച്ചോ എന്നതാണ് പ്രസക്തമാകുന്ന മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഇതാ നിലവിലെ ഏറ്റവും സെൻസേഷണലായ 2 കായിക താരങ്ങൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും. വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതും ഒരുമിച്ചായിരുന്നു എന്ന് തന്നെ പറയാം. വിനേഷ് ഫോഗട്ടിൻ്റെ വരവോടെ ജുലാന മണ്ഡലം ഒരു സ്റ്റാർ മണ്ഡലമായി മാറിയിട്ടുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ ഒരു കുടുംബപ്പോര് ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു ചർച്ച. വിനേഷിന് എതിരാളിയായി സ്വന്തം പിതൃ സഹോദരി പുത്രി കൂടിയായ ബബിത ഫോഗട്ടിനെ BJP രംഗത്തിറക്കിയാൽ വർഷങ്ങളായി ഫോഗട്ട് സഹോദരിമാർക്കിടയിൽ നിലകൊള്ളുന്ന ഒരു വൈകാരിക പോരാട്ടം കൂടിയായി ഇത് മാറും. ഇന്ത്യൻ ഗുസ്തി രംഗത്തെ ഇതിഹാസമായ മഹാവീർ സിംഗ് ഫോഗട്ടിൻ്റെ മകളാണ് ബബിത ഫോഗട്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ്റെ മകളാണ് വിനേഷ് ഫോഗട്ട്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ വിനേഷിനെ വളർത്തിയതും ഗുസ്തി പഠിപ്പിച്ചതുമെല്ലാം മഹാവീർ ആയിരുന്നു. ബബിതയും വിനേഷും വാശിയോടെ കളം പിടിച്ചതും ഗുസ്തിയിൽ അംഗീകാരങ്ങൾ ഓരോന്ന് നേടിക്കൊടുത്തതും ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ്, അതും ഒരുമിച്ചായിരുന്നു. വിനേഷ് ഫോഗട്ടിനെ പോലെ തന്നെ നിരവധി മെഡലുകളും അംഗീകാരങ്ങളും നേടിയ ഗുസ്തി താരമാണ് ബബിതയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗുസ്തി കുടുംബത്തിൽ നിന്ന് വരുന്നതിൻ്റെ എല്ലാ മികവും പ്രകടിപ്പിച്ച ബബിത 2014 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. 2010, 2018 കോമൺവെൽത്തിൽ നിന്ന് ഗെയിംസിൽ വെള്ളി മെഡലും നേടിയിരുന്നു. 2019 ബബിത BJPയിൽ ചേരുന്നത്. അതേ വർഷം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദാദ്രി മണ്ഡലത്തിൽ നിന്ന് ബബിത കന്നിത്തോൽവി ഏറ്റുവാങ്ങുകയുമുണ്ടായി. പാർട്ടി 3ാം സ്ഥാനത്തായി പോയ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബബിതയ്ക്ക് പിന്നീട് BJP വലിയ പരിഗണനയോ സ്ഥാനാർത്ഥിത്വമോ നൽകിയിരുന്നില്ല. ബ്രിജ്ഭൂഷണെതിരെ വിനേഷ് ഫോഗട്ട് അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ദിവസങ്ങളോളം പ്രതിഷേധിച്ചപ്പോഴും BJP നേതാവായ ബബിത കാര്യമായ പ്രതികരണങ്ങളിലൊന്നും നടത്തിയിരുന്നില്ല. സമരം ചെയ്യുന്ന പിതൃ സഹോദരി പുത്രിയോടുള്ള തൻ്റെ നിലപാടാണെന്ന് പോലും വെളിപ്പെടുത്താതെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രമായിരുന്നു ബബിത പ്രതികരിച്ചിരുന്നത്. ഈ സമരം മൂലം 6 പേരടങ്ങുന്ന ഫോഗട്ട് സഹോദരിമാർക്കിടയിൽ രാഷ്ട്രീയപരമായ വലിയ വിള്ളലുകൾ ഉണ്ടായതായും വാർത്തകളുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിലെ ഒരാൾ സമരമുഖത്തായിരുന്നിട്ടും മഹാവീർ സിംഗ് ഫോഗട്ടും കാര്യമായൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ കുടുംബം വിഘടിച്ചു നിൽക്കുകയാണ് കോൺഗ്രസിലൂടെ വിനേഷ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. കാർഷിക സമരവും ദേശീയ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകളും മൂലം സംസ്ഥാനത്ത് ഒരു കോൺഗ്രസ് തരംഗമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നതിനിടെ വിനേഷ് ഫോഗട്ടിൻ്റെ വരവും കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്ന് ഉറപ്പാണ്. BJPക്ക് ആ ആത്മവിശ്വാസത്തിൻ്റെ മുനയൊടിക്കണമെങ്കിൽ നിലവിലുള്ള ഒരു മുറിവിൽ തന്നെ എണ്ണ പുരട്ടേണ്ടതായുണ്ട്. അത്തരമൊരു രീതിയാണ് അവലംബിക്കുകയെങ്കിൽ ബബിത ഫോഗട്ടിനെ ജുലാനിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണണം ജുലാനിൽ ഉണ്ടാകുക കുടുംബ പോരോ രാഷ്ട്രീയ പോരോ എന്നത്.